ഹായ് ഡിയേഴ്സ്, ഞാൻ ആശാ സജി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈലന്റ് മെഡിറ്റേഷനെ കുറിച്ചാണ്. ഈ ഒരു മെഡിറ്റേഷൻ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെ ചെയ്യാമെന്നും ഒക്കെയുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ സൈലന്റ് മെഡിറ്റേഷൻ ഒരുപാട് പേര് ചെയ്യുന്നതായിരിക്കാം, എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇനി ഈ ഒരു സൈലന്റ് മെഡിറ്റേഷൻ ഡെയിലി ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ നിരവധി ഗുണങ്ങൾ നൽകുന്നുണ്ട്. ഇതിന്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് സമ്മർദ്ദം കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും വൈകാരികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും മനസ്സിന് ശാന്തത ലഭിക്കാനും ഒക്കെ ഈ ഒരു മെഡിറ്റേഷൻ സഹായിക്കും. അപ്പോൾ ഈ നിശബ്ദത മനസ്സിനെ ശാന്തമാക്കുകയും സ്ട്രെസ് ഹോർമോണുകളെ നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നു. അതുപോലെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കാനും പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ സന്തോഷം നമുക്കിതിലൂടെ കിട്ടും. ഇനി സ്വയം അവബോധം, അതായത് സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഉറക്കം മെച്ചപ്പെടുത്താൻ, രാത്രിയിൽ മികച്ച രീതിയിൽ ഉറങ്ങാനും ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കാനും ഒക്കെ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം മാറ്റാനും വികാരങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കും. ദേഷ്യവും സ്ട്രെസ്സും ഒക്കെ കുറയുന്നതിലൂടെ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലാക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സൈലന്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത് വെറും ഒരു മാനസികമായിട്ടുള്ള വ്യായാമം മാത്രമല്ല കേട്ടോ, അത് ആത്മീയമായിട്ട് കൂടുതൽ നമ്മളെ ഉയരത്തിലേക്ക് നയിക്കാനായിട്ട് സഹായിക്കും. ഈ ധ്യാനത്തിന്റെ പ്രധാന ആത്മീയ ഗുണങ്ങൾ എന്ന് പറയുന്നത് സ്വയം തിരിച്ചറിവാണ്, അതായത് സെൽഫ് അവയർനെസ്. നിശബ്ദമായി ഇരിക്കുമ്പോൾ നാം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ തിരിച്ചറിയാനായിട്ട് തുടങ്ങും. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ആന്തരിക സമാധാനം, അതായത് പുറം ലോകത്തെ ബഹളങ്ങളിൽ നിന്നൊക്കെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി മനസ്സിന് തികഞ്ഞ ശാന്തത ലഭിക്കുമ്പോൾ ഈ ഒരു സമാധാനം ജീവിതത്തിൽ വലിയൊരു സംതൃപ്തി തരും. ഇനി അടുത്ത ഒരു കാര്യമാണ് പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം, അതായത് നമ്മുടെ ഉള്ളിലെ ഈശ്വരീയത, പ്രപഞ്ച ശക്തിയുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് സൈലന്റ് മെഡിറ്റേഷൻ സഹായിക്കും. ഇനി മൈൻഡ്ഫുൾനെസ് ആയിട്ട്, അതായത് വർത്തമാന കാലത്തിൽ ജീവിക്കുക. നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള സങ്കടവും ഭാവിയെക്കുറിച്ചുള്ള പേടിയൊക്കെ മാറി ഈ നിമിഷത്തിൽ, അതായത് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാനായിട്ട് മനസ്സ് പഠിക്കും എന്നുള്ളതാണ്. ഇനി ഈ ഒരു ധ്യാനം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരോടുള്ള ദേഷ്യം അസൂയൊക്കെ മാറി മനസ്സ് നിറയെ സ്നേഹവും കരുണയൊക്കെ നിറയും. അതുപോലെ തന്നെ നമ്മുടെ അഹംഭാവം, ഈഗോ കുറയും. അപ്പൊ എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഈ ഒരു മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നല്ലൊരു സ്ഥലം കണ്ടെത്തുക, ബഹളങ്ങളില്ലാത്ത ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ സുഖകരമായിട്ടുള്ള രീതിയിൽ കസേരയിലോ നിലത്തോ ഇരിക്കുക. നിലത്തിരിക്കുമ്പോൾ ഒരു ബെഡ്ഷീറ്റ് ഇട്ടിട്ട് ഇരിക്കുക. നട്ടല് നിങ്ങൾ നിവർത്തി വെച്ച് വേണം ഇരിക്കാനായിട്ട്. കൈകൾ മടിയിൽ ചിന്മുദ്രയിൽ പിടിച്ചിരിക്കുക. കണ്ണുകൾ പതുക്കെ അടയ്ക്കാം. അതിനുശേഷം ശരീരം പൂർണ്ണമായിട്ട് അയച്ചിടുക. ഇനി നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം അറിയുക. ഇനി നിങ്ങൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലേക്ക് പല ചിന്തകളും വരും. അപ്പോൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. അതായത് ചിന്ത വരുന്ന സമയത്ത് വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കുക. അതായത് ഇനി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ കൂടുതൽ സമയം ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അതായത് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ചെയ്തു തുടങ്ങുക ആദ്യമൊക്കെ. അത് നമ്മുടെ മോർണിംഗ് ക്ലാസ്സിൽ 5:30 ക്ലാസ്സിൽ എല്ലാ ദിവസവും ഈ ഒരു സൈലന്റ് മെഡിറ്റേഷൻ ചെയ്യിക്കുന്നുണ്ട്. ഇനി ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ഉണർന്നാൽ ഉടനെയോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ ചെയ്യുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുക. ഇനി ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു 5 മുതൽ 10 മിനിറ്റ് വരെ ചെയ്യുക എന്നുള്ളത്. പിന്നീട് നമുക്ക് സമയം കൂട്ടിക്കൂട്ടി ചെയ്യാം.
അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളും ചെയ്യുക. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.